തുടരും മലയാള സിനിമാ ആസ്വാദകർക്ക് വൻ ദൃശ്യവിസ്മയം തന്നെ സമ്മാനിച്ച് മുന്നേറുകയാണ്. ലാലേട്ടൻ വാഴ്ച ബോക്സ് ഓഫീസിൽ തുടരുകയാണ്. അത്ഭുതമാണ് കളക്ഷൻ കണക്കുകൾ കാണിക്കുന്നത്. ഒരേയൊരു രാജാവായി ഇത് മോഹൻലാൽ വുഡ് എന്ന് തന്നെയാണ് ആരാധകരും ഒന്നടങ്കം പറയുന്നത്. അതെ, ഓട്ടം തുടരും. കളക്ഷൻ ഇങ്ങനെ തുടർന്നാൽ 300 കോടിയും 500 കോടിയും നിസാരമായി തുടരും നേടുമെന്ന് തന്നെയാണ് ആരാധകർ ഉറപ്പിച്ചു പറയുന്നത്. തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും കളക്ഷനും നേടി മുന്നേറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. 6 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടിയത്. മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ. സിനിമയുടെ മേക്കിങ്ങും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. 2025 ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിലെത്തിയത്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിൽ ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ച സാധാരണയായി കണ്ടുവരാറുണ്ട്. എന്നാൽ മോഹൻലാൽ വിസ്മയമായ തുടരുമെന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ആക്ഷൻ മൂവിയായ എമ്പുരാനിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് മൂവിയിലേക്കുള്ള കടന്നുവരവിൽ ആരാധകർ ഏറെ സംതൃപ്തരാണ്. എമ്പുരാന് വലിയ രീതിയിലുള്ള പ്രീ റിലീസ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം പ്രൊമോഷനോടെയല്ല തുടരും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിക്ക് പിന്നാലെ ബോക്സ് ഓഫീസിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ചിത്രം റിലീസ് ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ബോക്സ് ഓഫീസിൽ ആധിപത്യം തുടരുകയാണ്. ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്ന സാഹചര്യത്തിൽ ചിത്രത്തിന്റെ തിയേറ്റർ റൺ നീട്ടാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ടുതന്നെ ചിത്രം OTT-യിലെത്താൻ വൈകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ആഗോളതലത്തിൽ ചിത്രം അതിവേഗമാണ് 100 കോടിയും 200 കോടിയും ക്ലബ്ബ് ചിത്രം പിന്നിട്ടത്. കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി ക്ലബ്ബിലെത്തുന്ന ചിത്രമായി തുടരും മാറി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.